2020 ഒക്ടോബറിൽ ഫ്രാൻസിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവമാണ് ലോകത്തെ ഞെട്ടിച്ചത്. ഒരു ഫ്രാൻസ് സ്കൂളിലെ ഒരു അധ്യാപകൻ, അയാളുടെ പേര് സാമുവൽ പാറ്റി. എന്താണ് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഇന്ന് വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ആ കേസുമായി ബന്ധപ്പെട്ട വിധി പുറത്തു വന്നു. 8ഓളം പേര് കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ നാളെ അതിൻ്റെ പൂർണ്ണമായ വിധി പുറത്തു വരും. എന്താണ് ഈ സംഭവിച്ചത്? അവിടുത്തെ അധ്യാപകൻ ആ ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം ജിയോഗ്രഫിയുടെ മെയിൻ അധ്യാപകനാണ്. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റി ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ സാമുവൽ പാറ്റി എന്ന് പറയുന്നയാൾ നേരത്തെ ഒരു പ്രൈവറ്റ് കമ്പനി നല്ല ജോലി കിട്ടിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അധ്യാപകനാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വലിയ ശമ്പളം മാറ്റി വെച്ചിട്ട് അധ്യാപകനായ ആളാണ് ഈ സാമുവൽ പാറ്റി. അവിടുത്തെ ഒരു നല്ല ഫാമിലിയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്താണ് സംഭവം? അപ്പോൾ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്ത സമയത്ത് ഷോബ ഹൊബ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാം. അവിടുത്തെ കാർട്ടൂൺ വീക്കിലി ആയിരുന്നു. അതിനകത്ത് പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റി ഒരു കാർട്ടൂൺ വരച്ചു. ഇതുമായിട്ട് അവിടെ നടന്ന പ്രശ്നങ്ങൾ, എന്നിട്ട് ഈ മത തീവ്രവാദികൾ ആ കാർട്ടൂൺ ഓഫീസ് അടിച്ചു, ഏകദേശം അവിടെ കയറി ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. വലിയ സംഭവം ഉണ്ടായി. അപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്താണ് ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത്, അതാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റിയും പഠിപ്പിച്ചു. ഇത് തുടങ്ങുന്നതിന് മുമ്പ്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ അധ്യാപകൻ ആ കുട്ടികളോട് പറഞ്ഞു, അദ്ദേഹം ഈ പറയാൻ പോകുന്ന ഈ ടോപ്പിക്കിൽ, അപ്പോൾ അത് കേൾക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം മര്യാദയുടെ ഭാഷയാണിത്, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ, ഇതും പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ലാസ്സിലുള്ള 13 വയസ്സുകാരി പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഈ സിറിയയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തതാണ്. അതായത് അഭയാർത്ഥിയായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ഈ പെൺകുട്ടിയുടെ ഫാമിലി, ഈ പെൺകുട്ടി പോയി ഇതിൻ്റെ പിതാവിനോട് പറയുന്നു. പിതാവ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രോഫറ്റ് മുഹമ്മദിനെ അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് വാട്സപ്പിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടി ഇതൊരു പെട്ടെന്ന് അങ്ങ് വൈറൽ കണ്ടന്റ് ആയിട്ട് അങ്ങ് മാറുന്നു പെട്ടെന്ന്. അപ്പോൾ ഇത് അവിടെ വലിയൊരു ഹേറ്റിങ്സ് ഇതൊക്കെ പറഞ്ഞ്, അപ്പം അവിടുത്തെ പല ആൾക്കാരും ഇതിനെപ്പറ്റി, ഫ്രഞ്ച് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ടോപ്പിക്കാണ്, ക്ലാസ്സിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ അധ്യാപകൻ ക്ലാസ് എടുത്തതാണ്. ഒരു കമ്മ്യൂണിറ്റിയെ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ ഇത് പെട്ടെന്നൊരു വൈറൽ കണ്ടൻ്റായിട്ട് മാറുകയും, അതേപോലെയുള്ള ചെച്ചൻ യുദ്ധത്തിൽ റഷ്യ അവിടെ കൊണ്ട് ബോംബ് ചെയ്ത സമയത്ത് അവിടുന്ന് വന്ന ഫാമിലിയിലുള്ള മുഹമ്മദ് അലോക്കോവ് എന്ന് പറഞ്ഞ പയ്യൻ, 19 വയസ്സുകാരൻ, 2-3 ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് പദ്ധതി തയ്യാറാക്കി അധ്യാപകനെ ആ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള റോഡിൽ വെച്ച് പബ്ലിക്കായിട്ട് കഴുത്തറത്ത് കൊന്നു. ഇതാണ് കേസ്. ഇത് ഫ്രഞ്ച് സൊസൈറ്റി വലിയ പ്രശ്നമായി. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയെക്കാളും ഏറ്റവും കൂടുതലധികം എല്ലാ മതത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫ്രഞ്ച് കൾച്ചറാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഒരു സമയത്ത് കയറ്റിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഫ്രാൻസ്. അതുമായിട്ട് അന്ന് അമേരിക്ക ഇതിനെ എതിർത്ത് കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മെറ്ററാൻ, അദ്ദേഹം കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർക്കണം. അതായത് അവിടെ ആ രാജ്യത്തെ പട്ടിണിയും പരിവട്ടവും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി കൊണ്ട് അവിടെ കഴിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫ്രാൻസ് അഭയം കൊടുക്കും, ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഈ പറയുന്ന അറേബ്യൻ രാജ്യം, കാരണം അറേബ്യൻ രാജ്യങ്ങളെല്ലാം എപ്പോഴും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, കാരണം ഷിയ സുന്നി ഇഷ്യൂ, അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ, ആ രാജ്യത്തെ പല ഡിക്റ്റേറ്റർമാർ അവരുടെ ഇഷ്യൂ, വാർലോഡ്സിൻ്റെ ഇഷ്യൂ. അപ്പോൾ കേരളത്തിൽ ഇവരുടെയൊക്കെ ഫാനുകളുണ്ട്. അപ്പോൾ അവരും കൂടെ കേൾക്കാനാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ രാജ്യത്തു നിന്ന് ഇത്രമാത്രം ആൾക്കാർ റെഫ്യൂജി ആയിട്ടും അഭയാർത്ഥികളായിട്ടും അൺസർട്ടനിറ്റി ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം അതിനെപ്പറ്റിയാണ് പഠിക്കേണ്ടത്. എന്താണ് ഷിയ സുന്നി ഇഷ്യൂ?
എന്തുകൊണ്ടാണ് അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ആ രാജ്യത്തിൽ സുരക്ഷയില്ലാതെ അന്യോന്യം തമ്മിൽ കൊല്ലുന്നതിൻ്റെ കാര്യം എന്താ? അതേപോലെ ആഫ്രിക്കയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ, അവിടെ എന്താണ് ഇതൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഡാൻ്റെ ഇഷ്യൂ. 2 സുന്നി ഗ്രൂപ്പുകളാണ് അടിക്കുന്നത്. അപ്പുറത്ത് ഷിയ സുന്നിയാണെങ്കിൽ അപ്പുറത്ത് സുന്നി ഗ്രൂപ്പുകൾ. എന്താണ് ഇതൊക്കെ ഉണ്ടാകുന്ന റീസൺ എന്താന്ന് പറയാം. അതാദ്യം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തതാ. എന്നിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പറയാം. അപ്പം അതുകൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാനില്ല, പൊളിറ്റിക്കൽ അസൈലത്തിൻ്റെ, അതായത് അഭയാർത്ഥികളായിട്ട് ഇവർക്കൊക്കെ പോകാനുള്ള രാജ്യം അത് യൂറോപ്പ് മാത്രമായിരുന്നു. അമേരിക്ക ഒത്തിരി പേരെ കയറ്റിയിട്ട്, പക്ഷേ അമേരിക്ക സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിൽ. കാരണം വേണ്ടാധീനത്തിൽ നിന്നും കയറാം, കൈ കടത്താൻ അമേരിക്ക 9/11 ശേഷം സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഫ്രാൻസ് എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരെയും കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം ഫ്രാൻസിന് കിട്ടിയ സംഭവമാണിത്. അതായത് ഈ അധ്യാപകൻ്റെ ഇഷ്യൂ. കാരണം ഫ്രഞ്ചുകാരൻ്റെ കൾച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ അവിടെ വന്നിരിക്കുന്ന റെഫ്യൂജീസ്, അതായത് ഇസ്ലാമിക വിശ്വാസത്തിലുള്ള റെഫ്യൂജീസ് അവരുടെ ഡെയിലി ലൈഫിനെ നശിപ്പിക്കുന്നു. ഇതായത് സംഭവ വിഷയമായി ഭയങ്കര സീരിയസ് സംഭവമായി ഫ്രാൻസ്. കാരണം വലിയ പ്രൊട്ടസ്റ്റും പ്രകടനവും അതും ഇതൊക്കെ വളരെ ഭയങ്കരമായിട്ട് നടക്കും. പിന്നീട് ഫ്രാൻസിലെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ 2 സ്ത്രീകളെ ഇതേപോലെയുള്ള ഇസ്ലാമിക ഭീകരന്മാർ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീകളെ കൊന്നുകളഞ്ഞു കാത്തലിക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീടാണ് ഇമ്മാനുവേൽ മാക്രോൺ അയാളൊരു തീരുമാനം എടുക്കുന്നത്. അവിടെ ഗവൺമെൻറ് തീരുമാനമെടുത്തത്. സെൻട്രിസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റിൻ്റെ, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നയാളാണ്. അതായത് അവിടെയുള്ള മദ്രസകൾ, അതായത് കുട്ടികളെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംഭവം ബാൻ ചെയ്തു. ഏകദേശം 60,000-ഓളം റെഫ്യൂജികളായിട്ട് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്തവരെ അത് ക്യാൻസൽ ചെയ്തു. അസൈലമായിട്ട് വന്ന പല ആൾക്കാർ അവിടെ താമസിച്ച് അവരെയും തിരിച്ചയച്ചു. അതായത് ഇസ്ലാമിക് ക്ലർജീസിന് ഒന്നടങ്കം എടുത്ത് അറേബ്യൻ രാജ്യങ്ങളോട് തിരിച്ചയച്ചു. അതായത് ഈ സാധനങ്ങൾ, മദ്രസ എന്ന് പറഞ്ഞ സാധനം ഫ്രഞ്ച് സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് തീരുമാനമെടുത്തത്. ആരാണ് ഇതിൻ്റെ കാരണം? ഇപ്പം എവിടെ ഈ പെട്ടത് എവിടാന്ന് പറയാം. അപ്പോൾ ഈ ഫ്രാൻസ് ഈ തീരുമാനം എടുത്തപ്പോഴാണ് ഡെൻമാർക്ക് അവരുടെ, കാരണം അവിടെ എല്ലാം തുടങ്ങുന്ന ഫ്രാൻസ്. ഇപ്പോൾ അടുത്ത ഞാൻ നേരത്തെ ആ സ്റ്റോറി പറഞ്ഞതുപോലെ ജർമ്മനി, അവരിതൊന്നും ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇപ്പോഴും അവർ പഠിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഡെൻമാർക്ക് ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെയാണ് ഒരുമിച്ച് താമസിക്കുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ അവരെ പല ഭാഗത്തായിട്ട് താമസിപ്പിക്കാൻ തുടങ്ങി. കാരണം ഒരു കോളനിയായിട്ട് ഇത്ര പേരവിടെ താമസിക്കേണ്ട, അവർ പല ഭാഗത്തായിട്ട് താമസിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാലാണ് ഇത് പ്രശ്നം. ഇതിനകത്ത് ഈ പല വീഡിയോയിൽ ഞാൻ ഈ പറയുമ്പം കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതായത് കേരളത്തിൽ പല അതായത് ഈ പറയുന്ന മതതീവ്രതയെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ആൾക്കാരുണ്ട്. കാരണം ഞാൻ എടുത്ത വീഡിയോ കാണുമ്പോഴും അതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ മതതീവ്ര സ്വഭാവം, അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ്? അതാണ് ഫ്രാൻസ് എന്ന് പറയുന്ന അതിൻ്റെ തെളിവാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്ന് ഫ്രാൻസിൽ പോലും ഈ പറയുന്ന ഇസ്ലാം പേരുള്ളവർക്ക്, അതായത് ടൂറിസ്റ്റ് വിസ പോലും റെസ്ട്രിക്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പുതിയ തീരുമാനം വരികയാണ്. കാരണം പല ആക്രമണങ്ങൾ വന്നു. അതിന് ആലോചിച്ച് നോക്കുക. ഒരു മദ്രസ കംപ്ലീറ്റ് അടപ്പിച്ചു. അവിടെയുള്ള പല പള്ളികളിലും നിർദ്ദേശം പ്രത്യേകം കൊടുത്തു. അവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതായത് പഠിപ്പീരും പ്രസംഗവും വേണ്ട, സെർമൻ വേണ്ട. വെള്ളിയാഴ്ച വേണേൽ പ്രാർത്ഥിച്ചോടെ വീട്ടിൽ തിരിച്ചു പോയിക്കുകയാണ്. പിന്നീട് എന്താ ഉണ്ടായെന്ന് അറിയാം, വേറെ സംഭവം. അതായത് പർദ്ദയിട്ട് ചാക്കിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പർദ്ദയൊക്കെ വീട്ടിൽ വെച്ചിട്ടോണം, പുറത്തിറങ്ങണോ മുഖം കാണിച്ചോണം. പർദ്ദയെന്ന് പറഞ്ഞാൽ ചാക്കൂര് അത് വെക്കാൻ പറ്റില്ല. ആ ഡ്രസ്സ് അവിടെ ബാൻ ചെയ്തു. ഇതിനൊക്കെ കാരണക്കാർ നിങ്ങൾ തന്നെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ഇതിൻ്റെ കാരണക്കാരെ. അപ്പം എന്തിൻ്റെ അസുഖമാണ് ഈ സംഭവം? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പം ജർമ്മനി ആണെങ്കിൽ, ഇന്ത്യ ആണെങ്കിൽ ആ രാജ്യത്തിൻ്റെ വാല്യൂസ് ഉണ്ട്, അവർക്ക് ഫ്രീഡമുണ്ട്. ഇപ്പം ഇന്ത്യ എന്തും ഫ്രീഡമുണ്ട്, അതുകൊണ്ടെല്ലാം പറയുന്നു. ഇപ്പം ജർമ്മനി ഇപ്പം ഫ്രാൻസ് ഇത് പറയാൻ പറ്റുമോ? ഇപ്പം ജർമ്മനി ഏത് രീതിയിലാണ് മാറുന്നത് കണ്ടാണ്. എന്താണ് സ്വീഡനിലുണ്ടായത്? കാരണം അവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ഈ പറയുന്ന ഖുറാൻ കത്തിക്കാൻ പോയപ്പം അവിടെ കലാപമായി. നിങ്ങൾ പിന്നെ കണ്ടോ എന്താണ് സ്വീഡനിൽ സംഭവിച്ചത്? ഓരോ ഇസ്ലാം വിശ്വാസികളെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി.
അവരെയും അവിടെ ഉണ്ടായ സംഭവമാണ്. പിന്നെ സ്വീഡനിൽ അവരെവിടൊക്കെയാണ് ഒരുമിച്ച് താമസിക്കുന്ന കോളനി അതിനെ ഡിസ്മാൻഡിൽ ചെയ്തു സ്വീഡനിൽ. ഇതാണ് ഉണ്ടായത്. ഇതെല്ലാം അഭയാർത്ഥികളായിട്ട് കഴിക്കാൻ ആഹാരമില്ല, പട്ടിണി ശരീരവുമായിട്ട് അവിടെ എത്തിയവരാണ്. അവരാണ് പിന്നീട് ഇത് കാട്ടിക്കൂട്ടിയത്. ഇതാണ് പല ആൾക്കാരും ഇതുമായിട്ട് പഠിച്ച പല എക്സ്പേർട്ടുകൾ പറയുന്നത്. ഇവർക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇതിനെ ഈ സംഭവത്തെ നിങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തെ ആ സൊല്യൂഷൻ, അതായത് ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ മാറ്റിയില്ല എങ്കിൽ ലോകത്തിനി ഉണ്ടാകാൻ പോകുന്ന വർഷങ്ങൾ ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഒഴികെ ഒരു രാജ്യത്തും മുസ്ലിം പേരുള്ളവരെ കയറ്റില്ല. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രീസിലും മറ്റുള്ള ഗ്രീസിൻ്റെ സംഭവം നിങ്ങൾക്കറിയും എന്താ അവർ ചെയ്തതെന്ന്. അവിടെ പോകുന്ന ഇവരെ ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ജർമ്മനിൽ ഈ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് ഉൾപ്പെടെ, കാരണം ഫ്രാൻസിൽ ഒരു മതമില്ലാത്തവർ അവരും ആ കൺവേർഷൻ, കാരണം ആ ക്യാമ്പിൽ വന്നിട്ട് അവരെ കൺവേർട്ട് ചെയ്യും. അതായത് ക്രിസ്ത്യൻ മതത്തിലോട്ട് പോയ ശേഷമേ ഇവർക്ക് ആ ഇതിൻ്റെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ അനുവാദം കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? നിങ്ങളാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ്. മനസ്സിലാക്കേണ്ടത് എന്താണ്, എവിടെയാണ് ഇത് പിഴച്ചത്. ഇതാണ് സംഭവം. ഇത് വളരെ അപ്പോൾ എന്താണ് സ്പെയിൻ ചെയ്തതെന്ന് നിങ്ങൾക്കറിയുന്ന സംഭവം. അവർ ഈ പറയുന്ന അഭയാർത്ഥികളായിട്ട് വരുന്നവരെ ഈ അറേബ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒരാളെ പോലും അവർ എടുക്കാൻ തയ്യാറായില്ല സ്പെയിൻ. അവർ പറയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോണം, പോപ്പിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം, അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് അവർക്ക് ഇഷ്ടമുള്ള, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ തീരുമാനം ഞങ്ങൾ എടുക്കും. അതിനവർക്ക് മാൻ പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു, ലേബറായിട്ടും വർക്ക് ഫോഴ്സായിട്ടും. അവരെന്താ ചെയ്തത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു. അതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളും. അതുകൊണ്ട് എന്തുവാ സ്പെയിനിൽ പ്രശ്നമുണ്ടായില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഓൾ യൂറോപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റുള്ള അധികവും രാജ്യത്തുണ്ടായത് ഈ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവിടെ അഭയാർത്ഥികളായിട്ട് അവർക്ക് സ്ഥാനവും കൊടുത്തു, അവർക്ക് അവിടെ ജീവിതവും കൊടുത്തു, അവർക്ക് ജോലിയും കൊടുത്തു, അവർക്ക് സമ്പത്തുമായി. പക്ഷേ അവന് മതം തലയ്ക്കകത്ത് കയറി അവൻ വെറും ഭ്രാന്തനായി മാറാൻ തുടങ്ങി. ഇതാണ് ഈ ജർമ്മനി ആണെങ്കിലും ഈ ഫ്രാൻസ് ആണെങ്കിലും ഡെൻമാർക്ക് ആണെങ്കിലും സ്വീഡനൊക്കെ പഠിച്ച പാഠം ഇത് യൂറോപ്പിലൊരു വലിയ പാഠമായി. അതിൻ്റെ പേരിലാണ് പോളണ്ട് എടുത്തൊരു തീരുമാനം. ഒരൊറ്റ ഒരാളെ കയറ്റത്തില്ല. ഹംഗറി എടുത്ത ഒറ്റ ഒരാളെ കയറ്റത്തില്ല. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ക്രിസംഗിന്നും വർഗീയവാദി എന്നല്ല പറയേണ്ടത്. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? എവിടെയോ കാര്യമായിട്ട് പിഴച്ചു. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ സൊല്യൂഷൻ എന്താ? ഇതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അല്ലാതെ എന്നെ തെറി വിളിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് എന്നെ തെറി വിളിക്കുന്നതുകൊണ്ട് കേരളത്തിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അവർക്ക് പിടികിട്ടും യാഥാർത്ഥ്യം എന്താണെന്ന്. അത് കൂടുതൽ മനസ്സിലാകുമ്പോഴാണ് അപ്പോഴും നിനക്ക് ബോധം വരാൻ പോകുന്നത്. കാരണം എന്ത്? കാരണം നിൻ്റെ തലയ്ക്കകത്തത് കയറി കിടക്കുക. അതാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം.